ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. നിയാമസ് ആണ്. സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റിലെ എല്ലാ പ്രോബ്ലംസും ഒരു 10 മിനിറ്റ്സിൽ സെറ്റാക്കാൻ വേണ്ടി പോവാണ് അല്ലേ. സോ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്, പ്രൊഡക്ഷനും കോസ്റ്റും. പ്രൊഡക്ഷനിൽ തന്നെ കുറച്ചധികം ഇക്വേഷൻസ് ഉണ്ട്, കോസ്റ്റിലും കുറച്ചധികം ഇക്വേഷൻസ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷനിലെ ഇക്വേഷൻസും അതിന്റെ പ്രോബ്ലംസും നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയാണ് പ്രോബ്ലം വരിക. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഔട്ട് MP ആൻഡ് AP, മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. എന്താണടാ APയുടെ ഫോർമുല? AP ഈസ് ഈക്വൽ ടു ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു TP ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. TP/L, ലേബർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, എന്ത് വേണമെങ്കിലും ആകാട്ടോ. ഇനി രണ്ടും ഒന്നാണേ. അടുത്തത് എന്താണ്? MP ആണ്. MPയുടെ ഫോർമുല എന്താണ്? MP ഈസ് ഈക്വൽ ടു ഡെൽറ്റ TP/ΔL. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. TPL-1 അല്ലെ. ഞങ്ങൾ ഉറക്കെ പറഞ്ഞ് പഠിക്കണം. ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കേണ്ടി വരും. സോ എന്ത് ചെയ്തു? നമ്മൾ ഇക്വേഷൻസ് പഠിച്ചു വെച്ചു. APയുടെയും MPയുടെയും ഇക്വേഷൻസ് പഠിച്ചു വെച്ചു. നിങ്ങൾ ചോദിക്കും മിസ് എന്താ 2 ഇക്വേഷൻസ്? മക്കളെ, ഇതിൽ ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് വേണം നിങ്ങൾ പഠിക്കാൻ. കാരണം ലേബർ എത്ര വെച്ചാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്? ഒന്നൊന്ന് വെച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ലേബറിന് ഡിഫറൻസ് 1 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കണ്ണും പൂട്ടി എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. കാരണം എപ്പോഴും എല്ലിന് ഡിഫറൻസ് എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. ഇവിടെ ഡിഫറൻസ് 1 അല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ പ്രീവിയസ് ഇയറൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടത്? TPനെ L കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0/0, 0.5/1, 5, 10/2, 5, 40/3, 40 divided by 3, 13.3, 50, okay, 50 divided by 4, 12.5, 57 divided by 5, 11.4. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടി? AP കിട്ടി അല്ലേ. ഇനി MPയുടെ ഫോർമുല എന്താണ്? TPL-1. എല്ലിന് നേരെയുള്ള TP മൈനസ് അതിന് മുന്നത്തെ TP അങ്ങനെ മൈനസ് ചെയ്യണം. 0 ഇവിടെ ഒന്നും മൈനസ് ചെയ്യാനല്ല, 0 തന്നെ. 5 - 0, 5, 10 - 5, 5, 40 - 10, 40 - 10 പോയാൽ എത്രയാണ്? 30. 50 - 40 പോയാൽ 10, 57 - 50 പോയാൽ 7. ഇങ്ങനെ കിട്ടും എന്ത്? MP. എന്ത് സിമ്പിൾ അല്ലേ. ഇങ്ങനെയാണ് ചോദ്യം വരിക. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് സ്കെയിലാണ്? ഇവിടെ ഒരു ലോ ഉണ്ട്, സ്കെയിൽ അല്ല, ഇവിടെ ഒരു ലോ ഉണ്ട്. എന്താണ്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് അല്ലേ, അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റേ പോയിന്റ് കഴിയുമ്പോൾ എന്ത് കുറയുന്നു? MP കുറഞ്ഞു വരുവാണ്. APയും അതേപോലെ കുറയുന്നുണ്ട്. ബട്ട് AP എന്താകില്ല? 0 ആകില്ല. അതൊക്കെ വേറെ ടോപ്പിക് ആണെന്നല്ലേ, നമ്മൾ അത് പറയേണ്ട കാര്യമില്ലെന്നല്ലേ. സോ ഇതും പഠിച്ചു വെക്കണം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ ഇക്വേഷൻസ് മാത്രമാണ് പഠിച്ചു വയ്ക്കുന്നത്. സോ ഇവിടെ നിന്ന് പ്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് ഈ 2 ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാം. കോസ്റ്റ് ആണ്. കോസ്റ്റിൽ ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക. നോക്കിക്കേ, സോറി നമ്മൾ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫൈൻഡ് ഔട്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റ്, ഷോർട്ട് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്, ഷോർട്ട് ആൻഡ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് ആൻഡ് മാർജിനൽ കോസ്റ്റ്. എൻ്റെ അമ്മ, എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല. TVC കണ്ടുപിടിക്കാൻ, AFC, AVC, SAC, SMC കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, TC തന്നിട്ടുണ്ട്, TFC തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, TFCക്ക് ഒരു മാറ്റമില്ല. 10 ആണെങ്കിൽ എന്തെന്നെയായിരിക്കും? മൊത്തത്തിൽ 10 തന്നെ ആയിരിക്കും, ഒരു മാറ്റമില്ല. സോ നമുക്ക് എന്തൊക്കെയുണ്ട്? ഇപ്പോൾ ഔട്ട്പുട്ട് ഉണ്ട്, TFC ഉണ്ട്, TC ഉണ്ട്. ബാക്കി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. TCയുടെ ഇക്വേഷൻ, TC എന്ന് പറയുന്നത് എന്താണ്? TFCയുടെയും TVCയുടെയും എന്താ പറയുക, അഡീഷൻ ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് TC കിട്ടുന്നത്. ഇനി നമുക്ക് SACയുടെ ഫോർമുല എന്താണ്? ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റിൻ്റെ അവിടെ TP/L അല്ലേ, ഇവിടെ എന്താണ്? TC/Q ആണ്. ഓക്കെ. ഇനി SMCയുടെ എന്താണ്? മാർജിനൽ കോസ്റ്റ് എന്താണ്? ഒന്നെങ്കിൽ ഡെൽറ്റ TC/ΔQ, അല്ലാന്നുണ്ടെങ്കിൽ ഓർ എന്താണ്? TCN - TCN-1. അവിടെ TPL - TPL-1 പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇനി AVCയുടെ ഫോർമുല മക്കളെ TVC/Q ആണ്. അതേപോലെ AFCയുടെ ഫോർമുല എന്ന് പറയുന്നത് TFC/Q ആണ്. ഒരു പാടുമില്ലല്ലോ ഓർത്ത് വയ്ക്കാൻ. AFC എന്ന് പറയുന്നത് TVCനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, AFC എന്ന് പറയുന്നത് TFCനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ചോദിക്കുവാണ്
ടി വി സി നമുക്ക് കണ്ടുപിടിക്കണം. ബട്ട് എ വി സിയും ക്യൂ മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എന്ത് ചെയ്യും, ടി വി സി ഈസ് ഈക്വൽ ടു എ വി സി ഇൻറ്റു ക്യൂ എന്ന് വരും അല്ലേ. നോക്കിക്കേ, ഇവിടുത്തെ ഇക്വേഷൻ ജസ്റ്റ് നമ്മൾ മാക്സിൻ്റെ രീതിയിൽ എടുത്തതാണ്. കാരണം നോക്കിക്കേ, ഇത് മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടൂലേ, അത്രേ ഉള്ളൂ. അതേപോലെ നമുക്ക് ടി എഫ് സിയും കണ്ടുപിടിച്ചൂടെ, എ എഫ് സിയും ക്യൂവും തന്ന. അതായത് മക്കളെ, നമുക്ക് ക്വസ്റ്റിനകത്ത് ടി എഫ് സി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ടി സി ഇല്ല, ടി വി സി ഇല്ല, ഒന്നുമില്ല. നമുക്ക് തന്നിട്ടുള്ളത് എ എഫ് സിയും ക്യൂ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് തിരിച്ചാലോചിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം എ എഫ് സി എന്ന് പറയുന്നത് ടി എഫ് സി ബൈ ക്യൂ ആണെന്നുള്ളത്. ഇതിൽ നിന്ന് ടി എഫ് സി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. ടി എഫ് സി ഈസ് ഈക്വൽ ടു എ എഫ് സി ഇൻറ്റു ക്യൂ അല്ലേ, സെയിം ആസ് ഇതേപോലെ തന്നെയാണ് അതും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ആലോചിച്ച് വയ്ക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് എസ് എ സിയുടെ ഇക്വേഷൻ, വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. സെയിം ഒന്നുമില്ല, എ വി സിൻ്റെ കൂടെ എ എഫ് സി ആഡ് ചെയ്യുന്നു. അത് എസ് എ സി ആണ് കിട്ടുന്നത്, ആവറേജ് കോസ്റ്റ് ആണ് കിട്ടുന്നത്. നമ്മുടെ ടി സിനെ പോലെ തന്നെ ടി എഫ് സി പ്ലസ് എ വി സി അല്ലേ ടി സി, അതേപോലെ തന്നെ എസ് എ സി എന്ന് പറയുന്നത് എ വി സി പ്ലസ് എ എഫ് സി ആണ്. സിമ്പിളായിട്ട് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. ഒന്നും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കിലേക്ക് പോയി ഒന്നുകൂടെ ഒന്ന് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കത്തും. കാരണം വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു ഡിറൈവേഷനോ വേറെ മാത്സിൻ്റെ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല, സിമ്പിൾ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. സോ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിലോട്ട് കടന്ന് അതെന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം അല്ലേ. സോ യെസ്, ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള ആൾക്കാരൊക്കെ നമുക്കുണ്ട്. സോ കണ്ടുപിടിക്കാം. ടി എഫ് സി 10 ആണല്ലോ മക്കളെ. ടി എഫ് സി ഫിക്സഡ് ആയിരിക്കും അല്ലേ, ഫിക്സഡ് ആയിരിക്കും. സോ ഫുൾ 10 ആയിരിക്കും. നമ്മൾ 10 അങ്ങോട്ട് മൊത്തത്തിൽ എഴുതി വെച്ചു. നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു 10 ഒക്കെ തരുന്നത്. ഇനി നീ ടി എഫ് സി കണ്ടുപിടിക്കട്ടെ, അങ്ങനെ ആയിരിക്കും വിചാരിക്കുക. പക്ഷേ ടി എഫ് സി കണ്ടുപിടിക്കാനൊന്നുമില്ല. 10 ആണെങ്കിൽ മൊത്തത്തിൽ 10 തന്നെ ആയിരിക്കും. ക്വസ്റ്റിനകത്ത് 100 തന്നിട്ടുണ്ടാകും. അയ്യോ മിസ്സേ, ഒരു ടി എഫ് സി തന്നിട്ടുള്ളൂ, ബാക്കി ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കരുത്. എന്ത് തന്നെയാണ് ബാക്കി എന്ന് പറയുന്നത്, ടി എഫ് സി സെയിം തന്നെയാണ്, മാറ്റമില്ല. ഇനി ടി വി സി കണ്ടുപിടിക്കണം. നമുക്കറിയാം ടി സി എന്ന് പറയുന്നത് ടി വി സി പ്ലസ് ടി എഫ് സി അല്ലേ. എങ്കിൽ ടി വി സി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ടി സി മൈനസ് ടി എഫ് സി ചെയ്താൽ പോരെ, ചെയ്താൽ മതി. അപ്പോൾ ടി സിയിൽ നിന്നും ടി എഫ് സി മൈനസ് ചെയ്യാം. 10 - 10 0, 20 - 10 10, 25 - 10 15, 30 - 10 20, 50 - 10 40, 60 - 10 50, 90 - 10 80. എന്ത് കിട്ടി, ടി വി സി കിട്ടി. ഇനി എ എഫ് സി കണ്ടുപിടിക്കാം. എ എഫ് സിയുടെ ഫോർമുല എന്താണ്, ടി എഫ് സി ഡിവൈഡഡ് ബൈ ക്യൂ. ടി എഫ് സിനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാൽക്കുലേറ്റർ എടുത്തു. ആദ്യമേ എന്താണ്, 10/0 0, 10/1 10, 10/2 5, 10/3 3.3, 10/4 2.5, 10/5 2, 10/6 1.66. ഓക്കെ അല്ലേ. ഇനി എ വി സിയുടെ ഫോർമുല എന്താ മക്കളെ, ടി വി സി ബൈ ക്യൂ അല്ലേടാ. എന്ത് ചെയ്യാം, ടി വി സിനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0/0 0, 10/1 10, 15 / 2 7.5, 20 / 3 6.6, 40 / 4 10, 50 / 5 അതും 10 തന്നെയാണ്. 80 / 6 13.3. കിട്ടിയില്ലേ, സെറ്റായില്ലേ, മനസ്സിലായില്ലേ. ഇങ്ങനെയാണ് എ വി സി വരിക. എ വി സി എന്ത് ചെയ്യുക, ടി വി സിനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി എസ് എം സി എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, നമ്മൾ എന്ത് ചെയ്താൽ മതി, ടി സിനെ മൈനസ് ചെയ്യല്ലേ. ടി സി എൻ മൈനസ് ടി സി എൻ മൈനസ് 1 മുകളിലൊന്നുമില്ല, ആദ്യമേ 0, 20 - 10 10, 25 - 20 5, 30 - 25 അയ്യോ നമ്മൾ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, 5 അതും 5 തന്നെയാണ്. മിസ് എന്താ അത്ര സംശയമെന്ന്. 50 - 30 20, 60 - 50 10, 90 - 60 30 അല്ലേ, കറക്റ്റ് അല്ലേ. ഒന്നുകൂടെ ചെക്ക് ചെയ്യണോ, ഒന്നുകൂടെ ചെക്ക് ചെയ്യാം അല്ലേ. ആദ്യമേ എന്താണ്, ഒന്നുമില്ല. 20 - 10 10 ആണ്. 25 - 25 ആണ്. ഇനി അതേപോലെ 30 - 25 അതും 5 ആണ്. ഇനി 50 - 30 അത് 20 ആണ്. 60 - 50 10 ആണ്. 90 - 60 30 ആണ്. കറക്റ്റായിട്ട് കിട്ടി. ഇനി എസ് എ സി നമുക്ക് എന്ത് ചെയ്യാം, ടി സി ബൈ ക്യൂയിലൂടെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി നോക്കിക്കേ,
ABC-നെ AFC-യുടെ ആഡ് ചെയ്താൽ പോരെ? ആഡ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അടുത്തത് അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. സെയിം ആൻസർ കിട്ടുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ആദ്യമേ 0 തന്നെയാണ്, ഇവിടെ 20 വരും. നമുക്ക് നോക്കാം. TC-ന് എന്ത് ചെയ്യാണ് നമ്മൾ? Q1 ഡിവൈഡ് ചെയ്യല്ലേ? 20/1 എന്താണ്? 20 തന്നെയാണ്. കറക്റ്റാണ്. ആഡ് ചെയ്താൽ മതി. സിമ്പിൾ അല്ല, ആഡ് ചെയ്യുന്നതല്ലേ സിമ്പിൾ ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും. സോ 7.5 + 5 12.5 3.3 + 6.6 9.9 10 + 2.5 12.5. ഇനി 10 + 2 12 1.66 + 13.3 14.96. ഇനി ഡിവൈഡ് ചെയ്ത് നോക്കാം. ശരി ആൻസർ ആണോ കിട്ടുന്നത് നോക്കാമല്ലോ. ആദ്യമേ 0 ആണ്. 20/1 20. 25 / 2 12.5 കറക്റ്റാണ്. 30 / 3 10 ആണ് കിട്ടുക. ഓക്കെ, ഇവിടെ 9.9 നമുക്ക് 10 ആയിട്ട് കൂടാ അല്ലേ? 10 വരുമല്ലോ. അത് ഒരു നമ്പർ എടുക്കുമ്പോൾ എന്തായാലും 10 വരും, അത് സാരമില്ല. ഇനി അടുത്ത് എന്താണ്? 50/4 12.5 അതും കിട്ടി, കറക്റ്റാണ്. അടുത്ത എന്താണ്? 60/5 60 / 5 അത് 12 കറക്റ്റ് കിട്ടി. ഇനി 90/6 15 അല്ലേ? 14.96 അത് 15 അടുത്തേക്കാണ്, കറക്റ്റാണ്. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയോ? നമ്മൾ പോയിന്റ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഭാഗമൊക്കെ എടുക്കുള്ളൂ. ഇപ്പോൾ 2 ഭാഗമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ, അതിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ജസ്റ്റ് ഒരു പോയിന്റ് ഡിഫറൻസ് ഒക്കെ വരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം, ആഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല, സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഇക്വേഷൻസ് ഒക്കെ മനസ്സിലായി. TC പഠിച്ചു, SAC SMC പഠിച്ചു, ABC AFC പഠിച്ചു, എല്ലാം പഠിച്ചില്ലേ? ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ അതിൽ നിന്ന് എങ്ങനെ മറിച്ചും തിരിച്ച് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും ഒരു 10 മിനിറ്റ് അല്ല, നമ്മൾ കുറച്ച് അങ്ങോട്ട് കഥയൊക്കെ പറഞ്ഞ് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? സോ അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചു? പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിന് ചോദിക്കുന്ന എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. സോ എൻ്റെ മക്കളെല്ലാവരും പബ്ലിക് എക്സാം അടിപൊളിയായിട്ട് എഴുതണം. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ട്, ഇനി എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, നമ്മളതൊക്കെ ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.